ഹലോ, നമ്മളിത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് രഥയാത്ര കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പുരിയിലെ ജഗന്നാഥ ടെമ്പിളിലെ രഥയാത്രയുടെ സെയിം ദിവസം തന്നെയാണ് ഗോതൻബർഗിലെ ഇസ്കോണിലെ ഡിവോട്ടീസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ രഥയാത്ര ഓർഗനൈസ് ചെയ്തത് കേട്ടോ. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ലേറ്റായി. ഡാൻസും പാട്ടും ഡ്രാമയും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇവിടെ എല്ലാവർക്കും മെഹന്തി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു, തിലകം തൊട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും അങ്ങനെ തിലകമൊക്കെ തൊട്ടിട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ തിലകം തൊടണമെന്ന്. അങ്ങനെ ഞങ്ങൾ 3 പേരും തിലകമൊക്കെ തൊട്ടു. ഭയങ്കര ഒരു ഡിവൈൻ ഫീലിംഗ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തിലകം ഇട്ടത്. ഇവിടെ ഇതെല്ലാം ചെയ്യുന്നത് വോളണ്ടിയേഴ്സാണ് കേട്ടോ. ഇപ്പോൾ പൊട്ടിടുന്നതാണേലും മെഹന്തി ഇട്ടാണെങ്കിലും പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുന്നത്, സെക്യൂരിറ്റി എല്ലാം ചെയ്യുന്നത് ഇവിടുത്തെ ഡിവോട്ടീസും വോളണ്ടിയേഴ്സും തന്നെയാണ്. അവരുടെ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യൻസ് മാത്രമല്ല, സ്വീഡനിലുള്ള ഡിവോട്ടീസും ഈവൻ ഡെൻമാർക്കിൽ നിന്നൊക്കെ ഡിവോട്ടീസ് ഇങ്ങോട്ട് വന്ന് ഇതിൻ്റെ പാർട്ടായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളോട് ഡെൻമാർക്കിൽ നിന്ന് ഉള്ള ഒരു മങ്ക് വന്ന് സംസാരിച്ചായിരുന്നു. അപ്പോൾ പുള്ളി നമുക്ക് നമ്മുടെ പേരിൻ്റെ അർത്ഥമൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ പുള്ളി ഇന്ത്യയിലോട്ട് വന്നിട്ട് പുള്ളിക്ക് ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. അങ്ങനെയാണ് ഇസ്കോണിൽ ചേർന്ന് ബ്രഹ്മചാരിയായത്. പുള്ളിക്ക് 25 വയസ്സേ ഉള്ളൂ കേട്ടോ. പക്ഷേ നമ്മുടെ കൾച്ചറിനെ കുറിച്ചൊക്കെ പുള്ളിക്ക് നല്ലോണം അറിയാം. കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. നമ്മളെക്കാട്ടിയും കൂടുതൽ അവർക്കറിയാൻ തോന്നുന്നു. ഈ രഥയാത്ര ബ്രൂൺസ് പാർക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കോൺസ് മ്യൂസിയം പോയിട്ട് തിരിച്ച് കുങ്സ്പോർട്സ് പ്ലാറ്റ്സൺ വരെ വരുമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് എൻഡിങ് പോയിൻ്റ് ആയപ്പോഴത്തേക്കും വീണ്ടും കീർത്തൻസും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഡിവോട്ടീസ് അല്ലാത്ത കുറേ സ്വീറ്റ്സൊക്കെ വന്ന് ഡാൻസ് കളിച്ചായിരുന്നു. അതൊക്കെ കാണാൻ നല്ല ഒരു രസമായിരുന്നു, നല്ലൊരു എനർജി ആയിരുന്നു. ഇവിടെ ഇതെല്ലാം ചെയ്തേക്കുന്നത് ഡിവോട്ടീസും വോളണ്ടിയേഴ്സും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് കേട്ടോ. അവരുടെ എഫേർട്ടിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അത്രയും നല്ലോണം ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ അത്രയും വലിയൊരു ഫങ്ഷൻ അല്ലെങ്കിൽ പോലും ദി എനർജി വാസ് ജസ്റ്റ് വെരി ഡിവൈൻ. ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടാക്കുന്നതും സെർവ് ചെയ്യുന്നതും ഒക്കെ വോളണ്ടിയേഴ്സ് തന്നെയാണ്. ലഡുവും പിന്നെ ഗീ റൈസും സാമ്പാറും പനീർ കറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ശരിക്കും അമ്പലത്തിൽ നിന്ന് നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും എല്ലാ ഫുഡിനും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. ഇപ്പം സാധാരണ അവലായിക്കോട്ടെ മലരായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്ന പുളിയോഗര അങ്ങനെയൊക്കെ ആണെങ്കിലും ഭയങ്കര പ്രത്യേക ഒരു ടേസ്റ്റാണ് അല്ലേ. അപ്പം അതുപോലെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. നല്ല സിമ്പിൾ ആൻഡ് വെരി 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 ടേസ്റ്റി പ്രസാദമായിരുന്നു. എന്നിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും സ്കൈ ഇങ്ങനെയായിരുന്നു. അങ്ങനെ ആകെ മൊത്തം ഭയങ്കര ഒരു ഹെവൻലി ഫീൽ കിട്ടിയ ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.